നീ കിടപ്പിരിപ്പ് മനസ്സിലാക്കാതെ അവർക്ക് വേണ്ട ഉപദേശം എന്താണെന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കടേ. അതിനാണ് ഞങ്ങൾ ആണുങ്ങൾ ഇവിടെ തല പോഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കണേ. ചേച്ചി വെറുതെ വേണ്ടാത്ത ഇടപെട്ട് പ്രഷർ കയറ്റണ്ട. എങ്ങനെയാണ് എനിക്ക് പ്രഷർ വരാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ? ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ. എന്താ അത്? എന്താണ് ആ വഴിയെന്ന് ചോദിച്ചാ അത് അമ്മാവൻ തന്നെ ആലോചിച്ച് പറയട്ടെ. എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് തല പോഞ്ഞ് ആലോചിക്കാതെ ഇക്കാര്യം കോശിച്ചായനോടും കുഞ്ഞു മുഹമ്മദിനോടും കൂടി ആലോചിക്കുന്നതല്ലേ ബുദ്ധി. ബുദ്ധി? നീ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞ് അവസാനം ഇരുട്ടടി കിട്ടുമ്പോ വിവരം മനസ്സിലാവും. ഇരുട്ടടി കിട്ടിയാലും വിരോധമില്ല. വിവരം അറിയാലോ. വിവരം അറിയാനൊന്നുമില്ല. ഇരുട്ടടിക്ക് ഇരുട്ടടി തന്നെ പോകാൻ വഴി. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ മാണിക്യത്തിനെയും മാളഭട്ടിനെയും ആ രണ്ട് ചെകുത്തന്മാരായ കാര്യസ്ഥന്മാരെയും നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. ചേട്ടനെ നോക്കേണ്ട കടമ നമ്മുടേതാണ്. ഞങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടാലും ശരി, അമ്മാവൻ ഒരപകടവും വരാതെ നോക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഇല്ലടാ? ഹേയ്, അതെ. കോഴിശ്ശേരി തറവാട്ടിൽ അവനൊന്ന് കേറി നോക്കട്ടെ. അപ്പൊ കാണാൻ എന്റെ കയ്യിന്റെ ബലം. എടാ വീമ്പിളക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. ഈ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിന് വിഷമം. അതെ അതെ, എനിക്കും അതാണ് വിഷമം. നമുക്ക് റെസ്റ്റോറന്റിൽ നിന്ന് സംസാരിക്കാതെ വീട്ടിൽ പോയി ആലോചിക്കാം, അല്ലേ? അയ്യടാ, ഗൗരിയുടെ കാര്യം പറഞ്ഞപ്പോ അവന്റെ ഒരു ശുഷ്കാന്തി. ഇനി ഒന്നും ആലോചിക്കാനില്ല. രാകേഷിന്റെയും ഗൗരിയുടെയും കല്യാണം ഉറപ്പിക്കാനില്ല. കമ്പ്യൂസിന്റെ മറ്റാ. നീ ഒന്ന് ചുമ്മാ ഇരിക്കുവല്ല. ഇതാ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതുപോലെ ചേച്ചി എന്നെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ശരി. അപ്പൊ എന്റെയും ഗൗരിയുടെയും കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് വഴക്കം വെക്കാണോ? നീ ചുമ്മാ ഇരിടാ. എല്ലാം നമുക്ക് ഭംഗിയായിട്ട് നടത്താം. എന്താണ് ഗൗരി ഒന്നും മിണ്ടാത്തത്? എന്ത് മിണ്ടാന്? അവക്ക് നാണം കൊണ്ട് വാക്കിട്ടില്ല, അത്ര തന്നെ. നമ്മൾ അവരെ ശല്യം ചെയ്യണ്ട. അവരെവിടെ ഇരുന്നോട്ടെ, നമുക്ക് ശരിയാണ്, പോവാ. എവിടെങ്കിലും ഇരുന്നോട്ടെ. അതൊന്നും എനിക്കറിയണ്ട. എടാ വിനോദേ, നീ ലോകം നന്നാക്കാൻ നടക്കുക. വലിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണത്രേ. എടാ ഇന്ന് ഈ തീയതി വരെ അമ്മയോടോ അമ്മാവനോടോ കസിൻസിനോടോ ഒരു നല്ല വാക്ക് നീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചേച്ചി വെരി ബിസി ഫെലോ. അതിന് അദ്ദേഹത്തിന് നേരം കിട്ടിയിട്ട് വേണ്ടേ? നിങ്ങളുടെ ഒന്നും പോക്കത്ര ശരിയല്ല. അമ്മയുടെ വളച്ചിട്ടൊന്നും വേണ്ട. എന്റെ അധികാരം യാതൊരു കാരണവശാലും ഞാൻ ദുർവിനിയോഗം ചെയ്യില്ല. ചെയ്യണ്ടടാ. ഈ വയസ്സുകാലത്ത് എന്റെ വീട്ടില് ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോ ഒന്നെന്നെ സഹായിക്കാനോ ഒരു വാക്ക് പറയാനോ നീ കൂട്ടാക്കിയില്ല. നിനക്കിതിന്റെ പദവി അധികാരം മാത്രം മതിയല്ലോ. നമ്മുടെ രാകേഷിന്റെ അസുഖമൊക്കെ സൈക്യാട്രിസ്റ്റിനെ കണ്ടതോടെ പമ്പ കടന്നു. മുരുക, അവൻ നന്നായിരിക്കട്ടെ. എന്നിട്ട് അവൻ എവിടെ? അവര് വല്ല ബീച്ചിലോ പാർക്കിലോ പോയി കാണും. ചെറിയ പ്രായല്ലേ, അവര് പോയിട്ട് വരട്ടെ. അവരുടെ സന്തോഷല്ലേ എന്റെ സന്തോഷം. അത് പിന്നെ പറയാണ്ടോ ചേച്ചി. ചേച്ചി എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അതാണ് എന്റെയും സന്തോഷം. കഴിഞ്ഞതെല്ലാം ചേച്ചി മറക്കണം. എന്റെ പിരിമോനെ പറ്റി വിചാരിക്കാത്ത ദിവസങ്ങളില്ല. അവനിപ്പോ ജീവിച്ചിരുന്നെങ്കിൽ. ചേച്ചി എന്താണ് ഇങ്ങനെ കരയണത്? എല്ലാം മറക്കാനുള്ള കഴിവും ദുഃഖം താങ്ങാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. നിനക്കതൊക്കെ പറയാൻ എളുപ്പമാണ്. എന്റെ കുഞ്ഞിന്റെ കാര്യം ചേച്ചി നോക്കിക്കേ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പണങ്ങും. ചേച്ചിക്ക് ഇപ്പോഴാവശ്യം വിശ്രമാ. പോ, നടക്കൂ. നമസ്കാരം. നമസ്കാരമുണ്ട്. ഇരിക്കാൻ കൊടുക്കടോ. ഇത്തിരി വിശേഷവും സുഖനൈവേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എന്ത് വിശേഷം? ഞാൻ വന്നത് ഒന്നും പറയണ്ട. കൂടുതലായി ജാനകിയമ്മ ഒന്നും പറയാൻ കൊടുക്കണ്ട. നമ്മൾ ഗൗരിയെ അവന് കൊടുക്കില്ല. നമ്മുടെ തലയിൽ സ്കഡ് മിസൈൽ വന്ന് വീഴാൻ പോണെന്ന് പറഞ്ഞാലും ശരി, തീർമൽ ദേവനാണ് സത്യം. നമ്മൾ ഗൗരിയെ അവന് കൊടുക്കില്ല. അങ്ങനെയല്ല പട്ടു. ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താ പോരെ? ജാനകിയമ്മയ്ക്ക് എന്താണ് നമുക്കില്ലാത്ത താല്പര്യം ഗൗരിയിൽ? എനിക്ക് ആകെ ഉണ്ടായിരുന്നവൻ എന്നെ വിട്ടിട്ട് പോയി. ഭട്ടിനും ഗൗരി മാത്രമല്ലേ ഉള്ളൂ. എന്താണോ ജാനകിയമ്മയെ പറയാൻ കൊടുക്കേണ്ടത്? ഗൗരി നമ്മുടെ മകളാണ്. അവളുടെ കാര്യം നമ്മൾ നോക്കിക്കോളാം. ഗൗരിയുടെ സന്തോഷല്ലേ ഭട്ടിന്റെ സന്തോഷം. തന്നെയല്ല, അവര് കൂടുതൽ അടുക്കുകയും ചെയ്തു. കണ്ട നല്ല ജോഡി. നമ്മൾ ജാനകിയമ്മോട് പറഞ്ഞോ അവരോട് അടുക്കാൻ കൊടുക്കാനായിട്ട്? നമ്മുടെ ലാസ്റ്റ് തീരുമാനമാണിത്. ജാനകിയമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാൻ കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോട്ടോ. ഭട്ടിനെ തലയ്ക്ക് വട്ട. രണ്ടും ഒന്ന് തന്നെയാണ്. ബട്ടും ബട്ടും ഒന്ന് തന്നെയാണല്ലോ. കാലത്തു തന്നെ തല പിടിക്കാൻ വന്നിരിക്കുകയാണ് പണ്ടാരട്.
ഞാനേ അവിടെ കല്യാണം നടത്തി കൊടുക്കും, നോക്കിക്കോ. അത് കൊള്ളാം. ആർക്കാണ്? മുട്ടയാണോ ഇത്? പണ്ടാറ്. ആ ദാ പിടിച്ചോ. ഇനിയുള്ള മുറുക്കി അടിക്കണം. ശരി. നോട്ടെ. ഹലോ തന്നേക്ക് പ്ലീസ് പ്ലീസ്. എന്നല്ല അവിടെ. ആരാ വന്ന് അയച്ചത്? താനാണോ ഞങ്ങളെ തല്ലാൻ ആളെ അയച്ചത്? തിരുമൽ ദേവനാണ് സത്യം. നമ്മൾ ആർക്കും തല്ലാൻ കൊടുത്തിട്ടില്ല. ഓഹോ, കൊടുത്തിട്ടില്ലല്ലേ? നമ്മൾ ആർക്കും തല്ലാൻ കൊടുത്തിട്ടില്ലേ? എന്നാ പോട്ടെ. ശരി. ആ സരി സരി. തിരുമൽ ദേവ, നമ്മുടെ താറായില്ലോ. ഇതെന്താണ് ഇവിടെ മതിൽ പോക്കി നോക്കാൻ പറ്റില്ല പട്ടാറ. ഏതാണ് വഴി? അതിലേ പോകാം. അതിലേ പോയിട്ടില്ലെങ്കിൽ ഇതിലേ പോകാം. ഇതിലേ അതിലേ പോകാം. ഏതിലെങ്കിലും പോകാം പട്ടാറം. തിരുമൽ ദേവ ഭഗവാനേ, അയ്യോ പോലീസ് പോലീസ് വരുന്നുണ്ട്. ദൈവമേ, പോലീസിന്റെ കയ്യിൽ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പിളിഞ്ഞ മാംഗോ ജ്യൂസ് എടുക്കും. ഗുരുവായൂരപ്പ, അയ്യോ പാമ്പ്, അയ്യോ ആരാണ്ടി ഓസ് കൊണ്ടൊന്ന് വഴിയിലിട്ട് ആളെ പേടിപ്പിക്കാൻ പറ്റിയിരിക്കുന്നത്. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ ഗൗരി. ഗൗരി ഗൗരി മോളെ, അപ്പനാണ് വാതിൽ തുറക്കുന്നേ, പോലീസ് വരുന്നുണ്ട്. ഇവളെവിടെ പോയി കിടക്കാണ്? കാലത്തു തന്നെ അവൾ പതിൽ പൊക്കി നോക്കി സ്നേഹം കൊടുക്കാൻ പോയിരിക്കണം. അയ്യോ പുറപ്പടി, നമ്മളാണ് അപ്പനാണ്. കല്യാണി, ഇവരൊക്കെ എവിടെ പോയിരിക്കണം? വാതിൽ തുറക്കുക. എന്റെ പൊന്ന് സാറേ, നമ്മളെ തല്ലല്ലേ, തലേ സത്ത് പോകും. നമ്മുടെ ഒരു കിഡ്നി പോയിരിക്കണം. അതാണ്. പിടിക്കില്ല. അയ്യോ, നമ്മൾ നടന്ന് വഴി എടുക്കണ്ട. അയ്യോ, എന്നെ അവിടെ കേട്ടില്ലേ? എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ലല്ലോ. എന്നെ പിന്നിൽ കയറ്റിയാൽ മതി. പതുക്കെ വിടണേ, പതുക്കെ വിടണേ. മുറുക്കി പിടിച്ചോ. താഴെ വീണാ മത്തങ്ങ വീണാ മതി, തട്ടി പൊട്ടി പോകും. This is Velayudham Thambi.
എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാരും അത് അനുഭവിക്കാൻ പാടില്ല. നിർത്താൻ. വിട്. ഇവനൊന്നും ചെയ്തു വരുത്. ഇയാൾ ആരാന്ന് നിങ്ങൾക്കറിയില്ല. ഈ മനുഷ്യൻ തളർന്നു കിടക്കുമ്പോൾ അനാഥമായ കുടുംബത്തെ രക്ഷിച്ച് ഈ നിലയിലെത്തിച്ച മാന്യ വ്യക്തിയാണ് ഇയാൾ. ചേട്ടാ, ചേട്ടനാണ് യഥാർത്ഥ മനുഷ്യൻ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. ഇതുവരെ ഞാൻ ഈ മഹാഭാവികളുടെ കയ്യിൽ ഒരു കളിപ്പാവയായിരുന്നു. മക്കളെ, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നിങ്ങളുടേതാണ്. ഏതായതാ എന്റെ മക്കളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. നീയാണ് ഇനി ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്.